ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുളവാക്കുന്ന തരത്തിൽ പേട്ട പോലീസ് സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്ന തൊണ്ടി വാഹനങ്ങൾ മാറ്റി തുടങ്ങി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നത്. ഇതോടെ സ്റ്റേഷൻ പരിസരത്തെ സ്ഥലപരിമിതിക്കും പരിഹാരം കാണും. ഇതുകൂടാതെ സമീപത്തുണ്ടായിരുന്ന ടോയ്ലറ്റുകൾ നവീകരിക്കുകയും സ്റ്റേഷനിൽ എത്തുന്നവർക്കായി തുറന്നു നൽകുകയും ചെയ്യുന്നു. കോമ്പൗണ്ടിൽ സ്ഥല സൗകര്യം കുറഞ്ഞതോടെ പേട്ടയിൽ നിന്ന് പാറ്റൂരിലേക്ക് പോകുന്ന റോഡിന് വശത്താണ് പിടികൂടിയ വാഹനങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഇവ പൂർണ്ണമായും മാറ്റിയതോടെ യാത്രയും സുഗമമായി. ഉപയോഗശൂന്യമായ മറ്റ് വാഹനങ്ങളും തുരുമ്പ് കയറിയ വാഹന ഭാഗങ്ങളും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന പള്ളിമുക്ക് ജംഗ്ഷനിലുള്ള ബസ് സ്റ്റോപ്പിനോട് ചേർന്നാണ് കൂട്ടിയിട്ടിരുന്നത്. ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ സമീപ ദിവസങ്ങളിൽ നീക്കം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. വിവിധ കേസുകളിലായി പിടികൂടിയ ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷകൾ, കാറുകൾ തുടങ്ങിയ വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം JCB ഉപയോഗിച്ച് നീക്കം ചെയ്തിരുന്നു. ഇതിൽ പകുതിയോളം വാഹനങ്ങൾ കേസ് തീർത്ത ഉടമകൾക്ക് തന്നെ തിരിച്ചു നൽകുകയും ചെയ്തു. ബാക്കിയുള്ളവ നശിച്ച അവസ്ഥയിലാണ്. ഇതിന്റെ ഉടമകൾക്ക് കോടതി വഴി നേരിട്ട് സമൻസുകൾ കൈമാറും. ഇവരുടെ സമ്മതത്തോടെ മോട്ടോർ വെഹിക്കിൾ വകുപ്പ് കെട്ടിക്കിടക്കുന്ന വാഹനങ്ങളുടെ എസ്റ്റിമേറ്റ് കണക്കെടുത്ത ലേലത്തിനുള്ള നടപടികൾ ആരംഭിക്കും. പല കേസുകളിലായി പിടിച്ചെടുത്ത വാഹനങ്ങളായതിനാൽ കോടതി വഴി മാത്രമാണ് ഉടമകൾക്ക് ഇവ തിരിച്ചു നൽകാൻ കഴിയുന്നത്. എന്നാൽ കേസുകളുടെയും തുടർ നടപടികളുടെയും മെല്ലെപ്പോക്ക് കാരണം ഇവ സ്റ്റേഷനിൽ തന്നെ കെട്ടിക്കിടന്ന തുരുമ്പ് കയറുന്ന സ്ഥിതിയിലാണ്. ഇത് ഉടമകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയ്ക്കും കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങൾ തിരിച്ചെടുക്കാതെ ഉടമകൾ ഉപേക്ഷിക്കുന്നതും പതിവാണ്. സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തൊണ്ടി വാഹനങ്ങൾ മാറ്റുന്നത്. തീർപ്പായ കേസുകളിലെ വാഹനങ്ങൾ കോടതി നടപടികളിലൂടെ ഉടമകൾക്ക് കൈമാറിയിട്ടുമുണ്ട്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.